യേശുവിന് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സുഖമാണോ? ഇന്ന് കുറവിലങ്ങാട് നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ പെരുന്നാളാണ്, 3 നോമ്പിന്റെ തിരുനാളാണെന്ന് അറിയാമല്ലോ അല്ലേ? പിന്നെ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് മുത്തിയമ്മയെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. നാളെ വന്നാൽ പെരുന്നാളൊക്കെ കൂടി പോവാം. പ്രൈസല്ലോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ എന്താ പറയുക, 1-2 കാര്യം പ്രത്യേകം അറിയിക്കാനുണ്ട്. നിങ്ങൾ നന്മ പറഞ്ഞവർ ഇന്ന് വ്യക്തിപരമായിട്ട് ചെല്ലിയാൽ മതി. ഒന്ന്, നിങ്ങൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ടോക്ക് കേൾക്കുന്നവരാണ്. പിന്നെ അതിനേക്കാൾ അതിൻ്റെ ചിന്തിക്കാൻ പറ്റാതെ ഇരട്ടിയാണ് വാട്സപ്പിലൂടെ ഇത് കേൾക്കുന്നവർ. അപ്പോൾ ചിലപ്പോൾ ഈ വാട്സപ്പിലെ മെയിൻ ഗ്രൂപ്പിൽ ചില ചില കീടങ്ങൾ അല്ലേ പറഞ്ഞ് ചില ആൾക്കാർ കയറിയിട്ട് ഈ ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് വിളിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ പൈസ ചോദിക്കുക, അങ്ങനത്തെ കുറേ ഏർപ്പാടുകൾ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. പല ഇൻഫർമേഷനും കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ചിന്തിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ അങ്ങനത്തെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഈ ആദ്യത്തെ സംസാരം കാര്യം ക്ലിയർ ആയല്ലോ, കട്ട് ചെയ്യുക. ചിലപ്പോൾ പറയും അച്ഛൻ്റെ കൂടെയുള്ള ആളാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ അച്ഛനാണെന്നൊക്കെ പറഞ്ഞാൽ പലരും വിളിക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം തട്ടിപ്പാണ്. അങ്ങനെ ഒരാളില്ല, എൻ്റെ കൂടെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളെ വിളിക്കാൻ പോകണ്ടായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഒന്നത് ഡിനൈ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾ പലരും ഈ വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ടോക്ക് അയച്ചു തരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സഹശുശ്രൂഷകൻ പ്രജേഷ് ബ്രദർ ഒരു ഇതും കൂടെ അയച്ചു തരും. അതിതാണ് പിന്നെ ഇതിൻ്റെ ഒരു ലിങ്ക്, കമ്മ്യൂണിറ്റിയുടെ ഒരു ലിങ്ക് അയച്ചു തരാം. കമ്മ്യൂണിറ്റി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ചുമ്മാ അതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകും. പിന്നെ സംഭവിക്കുന്ന നേരമെന്നറിയോ, പിന്നെ നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഫോൺ നമ്പറോ നിങ്ങളുടെ ഫോട്ടോയോ ഓരോ സാധനം വേറെ ഒരാൾക്കും കാണാൻ പറ്റിയാൽ ക്ലിയർ ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെയാവും. നിങ്ങൾ ഒരു ലിങ്ക് അയച്ചു തരും, അതിൽ ജോയിൻ ചെയ്യാം മാത്രം ചെയ്താൽ ടോക്കെല്ലാം പഴയപോലെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അംഗമായിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പ് 6, 7, 17 എന്നൊക്കെ പറയും, ആ ഗ്രൂപ്പിൽ നിങ്ങൾ എക്സിറ്റ് ആവുകയും ചെയ്യുക. ആയിന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്ന് എക്സിറ്റ് ആവുകയും ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്യണേ, ഒന്ന് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം കേട്ടോ. പ്രത്യേകിച്ച് അപ്പോൾ നന്മറിഞ്ഞു പറയും, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നല്ല ഓർഡറിൽ നടക്കാൻ വേണ്ടി നിങ്ങൾ വ്യക്തിപരമായിട്ട് നന്മറിഞ്ഞ് ചെയ്യില്ല. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, ആരാ ഇങ്ങനെയൊക്കെ ചെയ്തു തരിക എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 49-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 1:49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. പിന്നെയുണ്ട് അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മളിങ്ങനെ സ്നേഹമൊക്കെ കൂടി കഴിയുമ്പോൾ ചില ചോദിക്കും, ഇതൊക്കെ ചെയ്ത് ഞാനല്ലാതെ പിന്നെ ആരാ ചെയ്തു തരാം എന്ന അർത്ഥത്തിലുള്ള ചില സെൻറ്റൻസുകളൊക്കെ പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി ഇതുപോലെ എല്ലാ കാര്യവും ചെയ്തു തരുന്ന ഒരു ദൈവം വേറെ ആരോ ഉള്ളേ? ഏകദേശം 64 വചനം നിങ്ങൾക്കറിയാമോ? 64:4 അതൊരു വചനമാണ്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ അധ്വാനിക്കുന്നതിന് ദൈവം, അതല്ലാതെ വേറെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലും. സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്നറിയോ, കർത്താവ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എൻ്റെ ദൈവത്തെ തരും. മറിയം പറയുക ശക്തനായവൻ അല്ലേ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മളല്ല അധ്വാനിക്കുന്നത്, നമ്മളിലൂടെ ദൈവത്തിന് ജ്ഞാനമാണ് അധ്വാനിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9 വചനമുണ്ട്. 1-15 കൃപയാണ് അധ്വാനിക്കുന്നത് അല്ലേ. ദൈവമാണ് പ്രാക്ടിക്കലി നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് സങ്കീർത്തനം 127 എല്ലാം കിടക്കുന്നത്. അപ്പുറം തന്നെ രാത്രി വൈകി ഉറങ്ങാൻ പോകുന്നത്, രാവിലെ എഴുന്നേക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് ദൈവമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തെ നന്നായിട്ട് സ്നേഹിക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കുക, ആദ്യം ആ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം ഓക്കെ ആവും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സാരമില്ല, ഈ ഒരൊറ്റ വചനം കണ്ട് മനസ്സിൽ കയറി കേട്ടോ. അത് ഈശോയല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്തു തരുന്ന ഒരു ഈശോ അല്ലേ. എന്തൊരു ആനന്ദവും കൃപയാ. നന്ദിയോടെ നമുക്കോട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, എൻ്റെ ഈശോയെ, ഈ വചനങ്ങളൊക്കെ ഗ്രഹിച്ച് ജീവിക്കാനൊരു കൃപ ഇവരുടെ മേൽ നിറയട്ടെ. കർത്താവ്, എല്ലാ ദുഷ്ടാരികളും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വരദാനങ്ങൾ കൊണ്ട്, അഭിഷേകം കൊണ്ട്, കൃപകൾ കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഈശോ ഇടപെടട്ടെ. കർത്താവ്, നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നിങ്ങളുടെ ഓരോ വിഷയങ്ങളും വിശുദ്ധ ദേവസാപിതാവിൻ്റെ വിഷയങ്ങളായി മാറട്ടെ. നിങ്ങളുടെ പേരിന് പ്രാധാന്യത്തിരക്കുന്ന വിശുദ്ധരുടെ പ്രാർത്ഥന നിങ്ങളുടെ മേലെ ഉണ്ടാകട്ടെ. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കട്ടെ. വിശുദ്ധി, വചനം, പ്രാർത്ഥന, തീക്ഷ്ണത, കൃപ, ഇന്നത്തെ ജീവിക്കാനുള്ള കൃപ എല്ലാം നിറയട്ടെ. ഈ ടോക്കിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള കൃപയുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.